ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. അതും റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും അതുപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലാണ്. ഡബിൾ ഇന്റഗ്രൽസ് എന്ത് പറഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മളിവിടെ ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ ചെയ്യുന്നുള്ളൂ. സപ്പോസ് f of x, y, z be a function on region V in space. ഇവിടെ 3 ഡയമെൻഷനിലെ ഏതോ ഒരു സോളിഡ് ആണ് നമുക്ക് റീജിയൻ ആയിട്ട് തന്നെ തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ. ഇതിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇത് എഫ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇമാജിനേഷന്റെ അപ്പുറത്തേക്ക് 4 ഡയമെൻഷനിലേക്ക് പോയി. എനിവേ നമുക്ക് ഈ റീജിയന്റെ മുകളിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് വി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി ഇസ് ഈക്വൽ ടു വി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ 3 കോർഡിനേറ്റ്സ് വന്നു. അത് കാർട്ടീഷ്യൻ ഓഫ് എക്സും വൈയും സെഡും ആണ്. അങ്ങനെ ഈ ഇന്റഗ്രേഷൻ ഓവർ വി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് വരും. And is exactly is equal to the limit sigma f of x y z അല്ലെങ്കിൽ xk yk zk into delta xk delta yk delta zk. ഈ റീജിയനെ നമ്മൾ പല 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 സ്മോൾ ക്യൂബോയിഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ലിമിറ്റ് ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. ഇതാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ കിട്ടുന്നതിന് നമുക്ക് വീണ്ടും വോളിയം തന്നെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ നമ്മുടെ ഫോക്കസ് ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, എങ്ങനെ എന്തൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ ഈ പോയിന്റ്സ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ പോയിന്റ്സ് നമുക്ക് വെറും കാർട്ടീഷ്യൻ ഫോമിലല്ലോ സിലിണ്ടറിക്കലും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. ആ കേസിൽ എന്ത് ചേഞ്ചസ് വരും? കാരണം നമ്മൾ ഡബിൾ ഇന്റഗ്രൽസിന്റെ കേസിലും പോയിന്റ് അല്ലെങ്കിൽ റീജിയൻ തരുന്നത് കാർട്ടീഷ്യൻ ഫോമിൽ തരുന്ന കേസിലും പോളാർ ഫോമിൽ തരുന്ന കേസിലും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻസ് പോസിബിൾ അല്ലേ? എക്സിനെയും വൈനെയും സെഡിനെയും വേറെ വേരിയബിൾസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവാലുവേഷൻസ് പോസിബിൾ അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് അപ്ലിക്കേഷൻ ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് 1 എടുക്കുന്ന കേസ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് 1 എടുക്കുന്ന കേസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർ വോളിയം 1 ആവും. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് ഈ റീജിയന്റെ ഈ സോളിഡിന്റെ വോളിയം ഇവാലുവേറ്റ് ചെയ്യാം taking f of x y z is equal to 1. ഇത്തരം കാര്യങ്ങളാണ് മൊത്തം ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ടഫ് ആയിരിക്കും. ആദ്യം നമുക്ക് ഇവാലുവേഷൻ നോക്കാം ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ. ട്രിപ്പിൾ ഇന്റഗ്രൽ f of x y z dx dy dz വരുന്ന സമയത്ത് ഏതാണോ ഓർഡർ അത് നോക്കിയിട്ട് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എവിടെയാണ് dx dy dz വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യും പാർഷ്യലി കീപ്പിംഗ് y and z കോൺസ്റ്റന്റ്. ലിമിറ്റുകൾ അപ്ലൈ ചെയ്യും. കിട്ടുന്നതിൽ പിന്നെ x ഉണ്ടാവില്ല, y ഉം z ഉണ്ടാവുള്ളൂ. അടുത്ത വേരിയബിൾ നോക്കും y. വിത്ത് റെസ്പെക്ട് ടു y അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും പാർഷ്യലി കീപ്പിംഗ് z as കോൺസ്റ്റന്റ്. ലിമിറ്റുകൾ അപ്ലൈ ചെയ്യും. അതിൽ കിട്ടുന്നതിൽ പിന്നെ x ഉണ്ടാവില്ല, y ഉണ്ടാവില്ല, ഏതേ ഉണ്ടാവുള്ളൂ, z ഉണ്ടാവുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു z.
ലിമിറ്റുകൾ അപ്ലൈ ചെയ്യും. ഇതാണ് പ്രൊസീജിയർ. നോക്കൂ ഈ എക്സാം. അപ്പോൾ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ നിങ്ങൾ ലിമിറ്റുകൾ നോക്കിയാൽ ആദ്യത്തെ 0 to 1, പിന്നത്തത് 0 to 1 minus x ആണ്, പിന്നത്തെ 0 to x plus y ആണ്. അപ്പോൾ അതിൽ എക്സ് പ്ലസ് വൈ എന്നുള്ളതിൽ 2 വേരിയബിൾസ് എക്സും വൈയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എന്തായാലും സെഡിൻ്റെ ലിമിറ്റാണ്. അങ്ങനെ നമുക്ക് മനസ്സിലായി വയ്ക്കാം. അല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഓർഡർ പ്രകാരം ഡി സെഡ് ഡി വൈ ഡി എക്സ് ആണ്. അപ്പോൾ ആദ്യത്തത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്. പിന്നെ തന്നിരിക്കുന്ന നമ്മൾ ഈ സെഡ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ 2 വേരിയബിൾസേ ഉള്ളൂ, എക്സ് ആൻഡ് വൈ. പിന്നെയുള്ള രണ്ടാമത്തെ ലിമിറ്റ് നോക്കിയാൽ 0 to 1 minus x ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 വേരിയബിൾ മാത്രമുള്ളതിൽ 1 minus x ലിമിറ്റ് വരണമെങ്കിൽ അത് ആരുടെയാണ്? വൈയുടെയാണ്. അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ഏതാണ്? വൈ ആണ്, പിന്നെയാണ് എക്സ് വെച്ച്. ഓക്കെ, സോ ഇൻ്റർവൽ 0 to 1, ഇൻ്റർവൽ 0 to 1 minus x. ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് e raised to z. ലിമിറ്റ് അപ്ലൈ ചെയ്യണം, 0 to x plus y dy dx. That equals integral 0 to 1, integral 0 to 1 minus x, e raised to z into x plus y substitute ചെയ്യുമ്പോൾ e raised to x plus y ആയി, minus e raised to 0 is 1 dy dx. That equals integral 0 to 1. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു y, കീപ്പിംഗ് x as കോൺസ്റ്റന്റ്. അപ്പോൾ e raised to x plus y യുടെ ഇൻ്റഗ്രൽ വരും e raised to x plus y itself. വീണ്ടും വിത്ത് റെസ്പെക്ട് ടു y x plus y ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് വരിക. മൈനസ് 1 ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ്, സോ മൈനസ് y. ലിമിറ്റ് അപ്ലൈ ചെയ്യണം, 0 to 1 minus x dx. That equals integral 0 to 1. നമ്മൾ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട? ലിമിറ്റ് വൈക്കാണ്. സോ e raised to x plus 1 minus x മൈനസ് 1 minus x. ഇതാണ് നമ്മൾ വൈക്ക് 1 minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വരിക. മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൈക്കാണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സോ e raised to x മൈനസ് 0 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to 1. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് എക്സ് പോയി, ഇ മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് e raised to x. ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ മൈനസ് 1 കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വന്നു, പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2 ആയി, മൈനസ് e raised to x ഇൻ്റഗ്രൽ e raised to x. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം 0 to 1 ലിമിറ്റ്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ മൈനസ് 1 പ്ലസ് 1 ബൈ 2 മൈനസ് ഇ. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പാർട്ട് 0 ആയി, രണ്ടാമത്തെ പാർട്ട് 0 ആയി, മൂന്നാമത്തെ പാർട്ട് മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈ കട്ട് ചെയ്ത് പോയി, മൈനസ് 1 പ്ലസ് 1 ബൈ 2 ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 2 പ്ലസ് 1. സോ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ബൈ 2 എന്നായിരിക്കും. എങ്ങനെ നമുക്കിനി ഈ ലിമിറ്റുകൾ കണ്ടത്, അതായത് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വേരിയേഷൻസ്. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ ചൂസ് ചെയ്യാണ്. അപ്പോൾ എന്റെ അടുത്ത പോയിന്റ് ഇതാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽസിൽ നോക്കാം, ഞാനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ dz dx dy of v, where v is region bounded by z is equal to x square plus y square
നോക്കാം നമ്മുടെ റീജിയൻ ഇവിടെ എന്താണ്, അതായത് വി എന്താണ്. Is the region bounded by z is equal to x square plus y square. അതൊരു പരാബോളോയിഡ് ആണ്. And the plane z equal to 4. അപ്പൊ എന്താ ഈ പരാബോളോയിഡ്? നമ്മൾ കൊട്ടയുടെ ഷേപ്പ്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ സാധാരണ വരയ്ക്കുന്നതിന് നമ്മൾ 3 കോർഡിനേറ്റ് ആക്സിസ് ഞാൻ ചൂസ് ചെയ്യുന്നു, y ആക്സിസ്, x ആക്സിസ് ആൻഡ് z ആക്സിസ്. എന്നിട്ട് നമ്മൾ ഈ പരാബോളോയിഡ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ റീജിയൻസ് ഒക്കെ വരയ്ക്കാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആദ്യം x ന് 0 എന്ന് കൊടുക്കും. x 0 ആകുമ്പോൾ z equal to y square ആയി. That's a parabola. പരാബോളയാണ് in the plane yz plane. yz പ്ലെയിനിലെ പരാബോള. അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പരാബോള. ഇത് ശരിക്ക് z is equal to y square ആണ്. ഇനി അടുത്ത നമ്മൾ y ക്ക് 0 എന്ന് കൊടുക്കും. y 0 ആകുമ്പോൾ നമുക്ക് z equal to x square കിട്ടും. അത് ഈ പ്ലെയിനിലെ പരാബോള. ഏത് പ്ലെയിനിലെ? x z പ്ലെയിൻ. അത് ഇങ്ങനെ ഒരു പരാബോള. അതാണ് പരാബോള. ഇനി z-ന് 4 ആണ്. അപ്പൊ പരാബോളോയിഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് z is equal to 4 ആകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക x square plus y square is equal to 4. സർക്കിൾ ആണ്. അപ്പൊ ഇതാണ് പരാബോളോയിഡ് ആൻഡ് മോളത്തെ പ്ലെയിൻ z is equal to 4. അപ്പൊ അതിന് ഇന്റീരിയർ ആണ് നമ്മുടെ വോളിയം. നമുക്ക് റീജിയൻ കിട്ടും. ഇനി ഇതിന് x y z ചൂസ് ചെയ്യണം. അപ്പൊ അതിന് 3 ലിമിറ്റുകൾ വേണം. dz dx dy. അതിന് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം എനിക്ക് z-ന്റെ ലിമിറ്റ് ആണ് വേണ്ടത്. z-ന്റെ ലിമിറ്റ് കിട്ടാൻ ഈ പരാബോളോയിഡിൽ നിങ്ങൾ ഒരു സ്ട്രിപ്പ് എടുക്കുക പാരലൽ ടു z ആക്സിസ്. അതിനുള്ളിലാണ് ഈ സ്ട്രിപ്പ് വരുന്നത്. ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റങ്ങൾ എവിടേക്കാണ് നിൽക്കുന്നത്? ഒന്ന് ഈ പരാബോളോയിഡിലാണ് നിൽക്കുന്നത്, മുകളിലോ ആ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അത് എവിടെ വേണമെങ്കിലും സ്ട്രിപ്പ് എടുക്കാം. ഈ 3 ഡയമെൻഷനിൽ ഏത് പോയിന്റിലും സ്ട്രിപ്പ് എടുക്കാം. സോ z-ന്റെ വേരിയേഷൻ കിട്ടി. z is varying from ഈ പരാബോളോയിഡിൽ എന്താ z x square plus y square. മുകളിലത്തെ പ്ലെയിനിൽ എന്താ z 4 ആണ്. So z is varying from x square plus y square to 4. ഓക്കെ. ഇനി വേണ്ടത് x-ന്റെയും y-ന്റെയും വേരിയേഷൻസ് ആണ്. x-ന്റെയും y-ന്റെയും വേരിയേഷൻസ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഷാഡോ എടുക്കുക, നിഴൽ എടുക്കുക, പ്രൊജക്ഷൻ എടുക്കുക. z 0 ആവുന്ന പ്ലെയിൻ, z 0 ആവുന്ന പ്ലെയിനിൽ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. മൊത്തമായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തു ടു ദ പ്ലെയിൻ z is equal to 0. നിഴലാണ്. ഞാൻ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. എനിക്ക് വേണ്ടത് 2 ഡയമെൻഷൻ അല്ല. അപ്പൊ ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് വരച്ചാൽ ഇങ്ങനെ വരും. ഇത് എക്സ് വൈ പ്ലെയിനിലാണ്. എനിക്ക് വേണ്ട എക്സിന്റെയും വൈന്റെയും വേരിയേഷനാണ്. അപ്പൊ ഇനി എനിക്ക് വേണമെങ്കിൽ ഏതുപോലെ തന്നെ ചിന്തിക്കാം, ഡബിൾ ഇന്റഗ്രൽ പോലെ തന്നെ ചിന്തിക്കാം. എക്സിന്റെ വേരിയേഷൻ കിട്ടണമെങ്കിൽ എക്സ് ആക്സിന് പാരലലായിട്ട് സ്ട്രിപ്പ് എടുക്കും. എക്സ് ആക്സിന് പാരലലായിട്ട് സ്ട്രിപ്പ് എടുത്താൽ സ്ട്രിപ്പ്, അതിന്റെ രണ്ടറ്റങ്ങൾ രണ്ടും ഈ കർവില്. ഏതാണ് ഈ കർവ്? ഈ കർവ്, ദ ബൗണ്ടറി ഓഫ് ഷാഡോ. ഷാഡോയുടെ ബൗണ്ടറി വരാന്ന് ഈ ടോപ്പ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ ബൗണ്ടറി വരും, അല്ലെങ്കിൽ ആ ബൗണ്ടറി പോർഷൻ വരുന്ന ടോപ്പ് പാർട്ടിന്റെ ഷാഡോ ആണ്. ശരി, ടോപ്പ് പാർട്ട് വരുന്ന എപ്പോഴാ? z4 ആവുമ്പോഴാണ്. z4 എന്ന് പറഞ്ഞാൽ x square plus y square ഏതായി? 4 ആയി. അതായത് ഈ കർവ് is actually x square plus y square equal to 4. അല്ലെങ്കിൽ ഈ കർവ് is actually x square plus y square is equal to 4. അല്ലെങ്കിൽ അവിടുന്ന് x square is 4 minus y square. So x is equal to plus or minus root of 4 minus y square. So x ഈ സ്ട്രിപ്പിന്റെ ഒരറ്റം x is equal to minus root of 4 minus y square ആണ്. And ഇനി അറ്റം
x is equal to plus root of 4 minus y square. So x ന്റെ വേരിയേഷൻ കിട്ടി minus root of 4 minus y square തൊട്ടിട്ട് plus root of 4 minus y square. ഇത് ഇവിടെ തന്നെ എടുക്കണം നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെ വെച്ചിട്ടും പറയാം. ഞാൻ സെപ്പറേറ്റ് വരച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യായിരിക്കും നല്ലത്. ശരി, ഇനി ഇത് നമുക്ക് ഇങ്ങനെ പാരലൽ ആയിട്ട് മൂവ് ചെയ്യിക്കാം. എവിടെ വരെ മൂവ് ചെയ്യിക്കാം? ഇങ്ങേയറ്റം വൈയുടെ വാല്യൂ ഏതാവുന്ന വരിക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 വൈ ആക്സിന്റെ നെഗറ്റീവ് വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് y ഈക്വൽ ടു -2 ആണ്. പോസിറ്റീവ് വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് y is equal to 2 ആണ്. സോ y ഈക്വൽ ടു -2 മുതൽ y ഈക്വൽ ടു 2. ഇതാണ് പ്രൊസീജിയർ. പക്ഷേ നമ്മൾ ഡബിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും പറയുന്നില്ല ഫസ്റ്റ് z ചെയ്യണം, പിന്നെ x, പിന്നെ y ചെയ്യണം. പക്ഷെ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ഈ ഓർഡർ കീപ്പ് ചെയ്യണം. ഇനി ബാക്കിയുള്ള കേസുകൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. This is same as ഓർഡർ ഇതില് dz dx dy ആണെങ്കിൽ dz dy dx വരുന്ന ആദ്യം z ന്റെ വേണം. z ആക്സിന് പാരലൽ സ്ട്രിപ്പ് എടുത്തു. താഴെ z equal to x square plus y square മോളില് z equal to 4. പ്രൊജക്ഷൻ ടു xy പ്ലെയിൻ എടുത്തു. ഇനി വേണ്ടത് y യുടെ വേരിയേഷൻ. y ആക്സിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് എടുക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് എടുത്താൽ അതിന്റെ ഒരറ്റം രണ്ടറ്റവും ഈ കർവില. ഏതാ കർവ്? x square plus y square is equal to 4. So y is equal to plus or minus root of 4 minus x square. So y യുടെ വേരിയേഷൻ കിട്ടി minus root of 4 minus x square തൊട്ടിട്ട് plus root of 4 minus x square. ഇനി ഈ സ്ട്രിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം പാരലൽ ആയിട്ട്. അങ്ങേയറ്റം x is equal to -2, ഇങ്ങേയറ്റം x is equal to 2 വരെ. അതിന്റെ അർത്ഥം x ന്റെ വേരിയേഷൻ is from -2 to 2. പക്ഷെ ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇതിന്റെ അകത്ത് തന്നെ ഡയറക്റ്റ് എഴുതായിരുന്നു. കാരണം ഇവിടെ സിമെട്രി ഉണ്ട്. എക്സും വൈയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാലും വലിയ ചേഞ്ച് വരുന്നില്ല. സെഡിന്റെ സെയിം. ഇതില് എക്സിനെ വൈനെ മാറ്റിയിട്ട് എക്സ് ആക്കി. ഇത് -2 കിട്ടും. ഇനിയുണ്ട് ഇതുപോലത്തെ 4 കേസുകൾ. ആ കേസുകൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കാം. ശരി, ഇനി നമ്മൾ നോക്കുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ dx dy dz. അതേപോലെ ട്രിപ്പിൾ ഇന്റഗ്രൽ dx dz dy. ഈ 2 കേസുകളാണ്. ആദ്യം എനിക്ക് വേണ്ടത് എക്സിന്റെ വേരിയേഷനാണ്. അപ്പൊ എങ്ങനെ ഞാൻ സ്ട്രിപ്പ് എടുക്കണം? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് എടുക്കണം. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഇതിന്റെ രണ്ടറ്റവും കിടക്കുന്നത് ഏതിലാണ്? പരാബോളോയിഡിലാണ്. ഏതാ നമ്മുടെ പരാബോളോയിഡ്? z is equal to x square plus y square. So x square is equal to z minus y square. x is equal to plus or minus root of z minus y square. അതിനർത്ഥം x is varying from minus root of z minus y square to plus root of z minus y square. അപ്പോൾ ഈ കേസിലും ഇവിടെയും അത് തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ x അല്ലേ എടുക്കുന്നത്. So z minus y square to root of z minus y square. ഇനി എന്തിനാ വേണ്ടേ? z into y. അപ്പൊ അത് നമ്മൾ ഇതിന്റെ ഷാഡോ എടുക്കണം, നിഴൽ എടുക്കണം. ഏത് പ്ലെയിനിലാണ് എടുക്കേണ്ടി വരിക? x 0 ആവുന്ന പ്ലെയിൻ. x 0 ആവുന്ന പ്ലെയിൻ ഏതാ? ഇങ്ങനെ അങ്ങോട്ട് പോയാൽ yz പ്ലെയിനിലാണ്. yz പ്ലെയിനിൽ എന്തായിരിക്കും ഇതിന്റെ നിഴൽ വരിക, ഷാഡോ വരിക, പ്രൊജക്ഷൻ വരിക? ഇത് ഇങ്ങനെ ഒരു പരാബോള. ഇതായിരിക്കും പ്രൊജക്ഷൻ വരിക. ആലോചിച്ചു. ഞാൻ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഏതാ പ്ലെയിൻ? yz പ്ലെയിനില് പരാബോള. ഇതാണ് പ്രൊജക്ഷൻ, ഇതാണ് റീജിയൻ, ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ വരുന്നത്. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പ്രൊജക്ഷൻ. ഇത് എനിക്ക് ഇനി വേണ്ട, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ ഷെയ്ഡ് ചെയ്തു.
ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇത് ഏതാണ് ഈ കർവ്? ശരിക്കും എക്സ് 0 ആവുന്ന കേസ്, അതായത് z is equal to y square ആണ്. ഇനി എനിക്ക് y ന് z ന് ലിമിറ്റുകൾ വേണം, ഞാൻ എടുക്കുന്നു സ്ട്രിപ്പ്. ഇതിപ്പോ 2 ഡയമെൻഷൻ ആണ്, നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്ത പോലെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഞാൻ എടുത്താൽ ആ സ്ട്രിപ്പിന്റെ രണ്ട് അറ്റങ്ങൾ എവിടെയൊക്കെയാ? ഈ അറ്റം ഈ കർവിലാണ്. ഏതിനെ പാരലായിട്ടാണ് ഞാൻ സ്ട്രിപ്പ് എടുത്തത്? z is equal to y ആക്സിസ് അല്ലേ, അപ്പൊ y യുടെ അല്ലേ കിട്ടുക? z equal to y square അല്ലേ. So y is equal to minus root z and y is equal to root z. y യുടെ വേരിയേഷൻ കിട്ടി. അടുത്ത ഞാൻ y എടുക്കുന്ന കേസ് മൈനസ് റൂട്ട് z തൊട്ടിട്ട് പ്ലസ് റൂട്ട് z വരെ. ഇനി ഇങ്ങനെ സ്ട്രിപ്പ് ഞാൻ താഴോട്ട് പോയാൽ എവിടെ വരെ? z 0 ആവുന്ന വരെ. മുകളോട്ട് പോയാൽ z ഏതാവുന്ന വരെ? 4 ആവുന്ന വരെ. സോ 0 to 4. അതായി ഇതിന് പകരം ഞാൻ നേരെ തിരിച്ച് സ്ട്രിപ്പ് എടുക്കുന്നത് പാരലൽ ടു z ആക്സിസ് ആയിരുന്നെങ്കിൽ എന്താ ഈ അറ്റം ഏതിലാ കിടക്കുക? z equal to y square. So z ന്റെ വേരിയേഷൻ, കാരണം ഇവിടെ ഓർഡർ z ഉം y ഉം ആണ്. So z is equal to y square തൊട്ടിട്ട് ഈ മോളിൽ ഇവിടെ എവിടെയാ? z equal to 4 വരെ. ഇങ്ങനെ സ്ട്രിപ്പ് ഞാൻ ഇങ്ങേ അറ്റം എവിടെ വരെ കൊണ്ടുപോവാം? y എന്താവുന്നത് വരെ. y എന്താവുമ്പോഴാണ് z ന്റെ വാല്യൂ 4 ആയി. പോയിന്റ് എന്ന് പറഞ്ഞാൽ z ന്റെ വാല്യൂ 4 ആണ്. സോ y ഏതാവുമ്പോഴാണ് z ന്റെ വാല്യൂ 4 ആവുന്നത്? -2 and +2. അപ്പൊ ഇങ്ങേ അറ്റം y is equal to -2, അങ്ങേ അറ്റം y is equal to 2 വരെ. ഇത്തിരി പണിയുണ്ട്. ഇനി രണ്ട് കേസുകൾ ബാക്കിയില്ലേ? ഇപ്പൊ ഞാൻ x അല്ലേ ഫസ്റ്റ് എടുത്തത്, ഇതിന് പകരം ഏതെടുക്കുന്നു? y. സോ dy dx dz ഉം dy dz dx നോക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് എഴുതാം, കാരണം x ന് വാല്യൂ y എന്ന് എഴുതിയാൽ മതി. കാരണം ഇവിടെയൊക്കെ സിമെട്രി ഉണ്ട്. അടുത്ത കേസ് നോക്കാം. നമുക്ക് ഏത് വേണം? ആദ്യം y യുടെ വേണം. y യുടെ വേണമെങ്കിൽ ഏത് ആക്സിന് പാരലൽ സ്ട്രിപ്പ് എടുക്കണം? y ആക്സിന് പാരലൽ സ്ട്രിപ്പ് എടുക്കണം. y ആക്സിന് പാരലൽ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഒരറ്റം ചില ആളുകളുടെ വിചാരം ഉണ്ടാവും ഇത് ഇവിടെയും വന്ന് തട്ടുമെന്ന്. അങ്ങനെയല്ല, അത് കൊട്ടയാണ്. കൊട്ടയുടെ ഒരു സൈഡിലേക്ക് പാരലായിട്ട് ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് എക്സാക്ട് ഈ കോർണർ തന്നെ വരണം എന്നില്ലല്ലോ, എവിടെ വേണേ വരാം. പക്ഷെ അതിന്റെ ഒരറ്റം എവിടെയാണ്? രണ്ടറ്റവും ഏതിലാണ്? പരാബോളോയിഡിലാണ്. ഏതാ പരാബോളോയിഡ്? z is equal to x square plus y square. അതിൽ y square എന്താ? z minus x square. y എന്താ? plus or minus root of z minus x square. So y യുടെ വേരിയേഷൻസ് കിട്ടി. minus root of z minus x square തൊട്ടിട്ട് plus root of z minus x square വരെ. minus root of z minus x square തൊട്ടിട്ട് plus root of z minus x square വരെ. ഇനി ക്വസ്റ്റ്യൻ z ന്റെയും x ന്റെയും ആണ്. z ന്റെയും x ന്റെയും ആണെങ്കിൽ y 0 ആവുന്ന പ്ലെയിൻ, അതാണ് zx പ്ലെയിൻ. y 0 ആവുന്ന പ്ലെയിനിൽ പ്രൊജക്ഷൻ എടുക്കൂ, ഷാഡോ നോക്കൂ. y 0 ആവുന്ന പ്ലെയിനിൽ ഷാഡോ നോക്കി കഴിഞ്ഞാൽ ഇതല്ലേ കിട്ടുക? ഇതാണ് പ്ലെയിൻ. ചെരിഞ്ഞ് നോക്കൂ, ഇങ്ങനെ ഒരു ഷേപ്പ് ആയിട്ട്. ഇനി ഈ 3 ഡയമെൻഷൻ ഫിഗർ എനിക്ക് ആവശ്യമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ഷെയ്ഡ് ചെയ്ത് തന്നെ ആ ഷെയ്ഡ് റീജിയൻ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കാം. ഏതാ പ്ലെയിൻ? എക്സ് z പ്ലെയിൻ. ഇങ്ങനെയല്ലേ പരാബോള? ഏതാ പരാബോള? റീജിയൻ ഏതാ ഈ പരാബോള? z is equal to y 0 ആവുന്നല്ലേ? y 0 ആവുമ്പോ x സ്ക്വയർ. ശരി, ഇനി ഈ റീജിയനിൽ ഇത് 2 ഡയമെൻഷനാണ്. ഇവിടെ ഞാൻ z നും x നും വാല്യൂസ് കാണുമെങ്കിൽ ആദ്യം z നെ നോക്കുകയാണെങ്കിൽ z ആക്സിന് പാരലൽ ആയിട്ട് സ്റ്റെപ്പ് എടുക്കും. ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റങ്ങൾ എവിടേക്കാ? ഒന്ന് z equal to x സ്ക്വയർ ഇതല്ലേ z ന്റെ ഫസ്റ്റ് ഉള്ളത്. സോ z is x സ്ക്വയർ ആൻഡ് മുകളിലത്തതോ z is equal to 4 ആണ്.
ഇത് z equal to 4 ആണ് അപ്ലൈ. സോ z ന്റെ വാല്യൂ 4. ഇനി ഈ സ്ട്രിപ്പ് ഇങ്ങനെ എനിക്ക് പാരലൽ ഷിഫ്റ്റ് ചെയ്യാം. എവിടെ വരെ ഷിഫ്റ്റ് ചെയ്യാം? ഇങ്ങേയറ്റത്ത് എന്താ x ന്റെ വാല്യൂ? z 4 ആവുന്നത് എപ്പോഴാ? x ന്റെ വാല്യൂ -2 ആവും. അങ്ങേയറ്റത്തോ x ന്റെ വാല്യൂ 2. സോ -2 to 2. ഇതുപോലെ നേരെ തിരിച്ച് എനിക്ക് ആദ്യം x ആണ് വേണ്ടെങ്കിൽ ഇതേ റീജിയനിൽ ഞാൻ എന്ത് ചെയ്യണം? x ആക്സിന് പാരലൽ സ്ട്രിപ്പ് എടുക്കണം. അപ്പൊ അതിന്റെ രണ്ട് അറ്റങ്ങളും ഏതിലാ വരിക? ഈ പരാബോളയില z equal to x square അല്ലെങ്കിൽ x is equal to minus root z and ഇങ്ങേ അറ്റം x is equal to root z. x ന്റെ വേരിയേഷൻ is from minus root z to root z. ഇനി ഈ സ്ട്രിപ്പ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യിക്കാം. ഏതുവരെ? z 0 ആവുന്നവരെ, മുകളിലോട്ട് കൊണ്ടുപോവാം z 4 ആവുന്നവരെ. അപ്പൊ ലിമിറ്റ് ചൂസ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ആദ്യത്തെ ഏതാണോ വേരിയബിൾ അതിന് പാരലൽ സ്ട്രിപ്പ് എടുക്കുക, രണ്ട് അറ്റങ്ങൾ നോക്കുക, എന്നിട്ട് അതിന്റെ ഷാഡോ പ്രൊജക്ഷൻ നിഴല് ഏത് പ്ലെയിനിലോട്ട് എടുക്കുക? ആ വേരിയബിൾ 0 ആവുന്ന പ്ലെയിൻ, അതായത് ബാക്കി രണ്ടുപേരുടെ പ്ലെയിനിലോട്ട് എടുക്കുക. അത് 2 ഡയമെൻഷനായി. ഡബിൾ ഇന്റഗ്രൽസിന്റെ കേസ് ചെയ്തു തന്നോ അതേപോലെ നമുക്ക് അവിടെ ലിമിറ്റുകൾ കാണാം. ഇതാണ് പ്രൊസീജിയർ. ചേഞ്ച് ഓഫ് വേരിയബിൾസിൽ പ്രത്യേകിച്ച്, ലിമിറ്റ് ചൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടി വരിക, നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരിക, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ZXY അല്ലെങ്കിൽ ZYX എന്നുള്ള ഓർഡറാണ്. എക്സാമ്പിൾ 2 evaluate the triple integral dx dy dz divided by x plus y plus z plus 1 the whole cube where v is the tetrahedron bounded by the planes. Region v അതിന്റെ മുകളിലുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, പക്ഷെ v എന്ന് പറയുന്നത് പോലും 3 ഡയമെൻഷൻ ആണ്. സോ v is the region, നോക്കാം, bounded by, v is the tetrahedron bounded by the planes. ഏതൊക്കെയാ പ്ലെയിൻസ്? x equal to 0, x equal to 0 എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. ദിസ് ഇസ് x equal to 0 ആൻഡ് സെക്കൻഡ് വൺ ഇസ് y equal to 0. എന്താണ് നമ്മുടെ y ആക്സിസ്? സോ y equal to 0 എന്ന് പറയുന്ന പ്ലെയിൻ. then z is equal to 0, that is the xy plane. അപ്പോൾ ഈ മൂന്ന് പ്ലെയിൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. The next one is x plus y plus z is equal to 1. Again, അത് 3 dimensional ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ്. ax plus by plus cz plus d equal to 0 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനെയാണ്. ഇനി അത് എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ്, സെഡ് ഇന്റർസെപ്റ്റ്, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിലും സെഡ് ആക്സിലും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ എളുപ്പം ഈ പ്ലെയിൻ വരയ്ക്കാം. വൈക്കും സെഡിനും 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയില്ലേ? അപ്പൊ എന്താ? വൈക്കും സെഡിനും 0 എന്ന് കൊടുത്താൽ എക്സ് ഈക്വൽ ടു 1. അതായത് എക്സ് ആക്സിൽ ദ പോയിന്റ് 1 0 0 അത് മീറ്റ് ചെയ്യാം. ഇതേപോലെ വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 0 1 0 ആയിരിക്കും. ആൻഡ് സെഡ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 0 0 1. അപ്പോൾ പ്ലെയിൻ വരയ്ക്കൽ അല്ല നമുക്ക് ഇവിടെ പ്രശ്നമാവാൻ ചാൻസ്. അത് വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റും. ദിസ് ഇസ് എ പ്ലെയിൻ. അപ്പൊ ഈ 4 പ്ലെയിനുകൾ, ഒന്ന് എക്സ് ഈക്വൽ ടു 0 ആദ്യം പറഞ്ഞു, പിന്നെ 2 വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 0 മൂന്നാമത്തത്, ആൻഡ് നാലാമത്തെ പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന പ്ലെയിൻ, ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1. ഇത്രയും ഓക്കെ. റീജിയണായി, ദാറ്റ് ഇസ് വി. ഇനി നമുക്ക് വേണ്ടത് ലിമിറ്റ് ചൂസ് ചെയ്യലാണ്. ഇപ്പം ലിമിറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ആ ചെരിഞ്ഞ് കിടക്കുന്ന പ്ലെയിനിന് ഒരു 3 ഡയമെൻഷണൽ വ്യൂ വേണേ. ആ ചെരിഞ്ഞ് കിടക്കുന്ന പ്ലെയിൻ്റെ അകത്ത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സെഡ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ്. സെഡ് ആക്സിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് എടുത്താൽ അത് z is equal to 0 മുതൽ z is equal to ഏത് വരെ വേരി ചെയ്യും? 1 മൈനസ് എക്സ് പ്ലസ് വൈ ഇതുവരെ വേരി ചെയ്യും. അതെന്താ അങ്ങനെ? ഈ സ്ട്രിപ്പിന്റെ ഒരറ്റം, 3 ഡയമെൻഷനിൽ ചിന്തിക്കൂ, ഒരറ്റം കിടക്കുന്നത് എവിടെയാ? നമ്മൾ ഏറ്റവും താഴത്തെ പ്ലെയിനിലാണ്, ദാറ്റ് ഇസ് z equal to 0. ഇങ്ങേ അറ്റം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്നത് ഇതാണ് പ്ലെയിൻ. ദിസ് ഇസ് ദ പ്ലെയിൻ ഏത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ അതിന്റെ മുകളിലായിരിക്കും ഏത് വരാൻ പോകുന്നത്? ഈ പറഞ്ഞ രണ്ടാമത്തെ അറ്റം വരിക. സോ സെഡിന്റെ വാല്യൂ ഇസ് വേരിയിങ് ഫ്രം z is equal to 0 to z is equal to 1 മൈനസ്
ആ പ്ലെയിൻ്റെ ഇക്വേഷൻ്റെ അകത്താണ് ഈ സെഡ് കിട്ടിയത്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. സോ സെഡ് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ഇത്രയും ആൾക്കാരെ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ 1 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇതാണ് സെഡിൻ്റെ വേരിയേഷൻ. എക്സിൻ്റെയും വൈൻ്റെയും വേരിയേഷൻസ് കിട്ടാൻ ഇതിന് ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഞാൻ സെഡ് ആക്സിന് പാരലായിട്ടാണ് സ്ട്രിപ്പ് എടുത്തത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ടു ദ പ്ലെയിൻ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇൻ എക്സ് വൈ പ്ലെയിൻ. എന്നിട്ട് വേണ്ടത് എക്സ് വൈ പ്ലെയിനിൽ നിങ്ങൾ സാധാരണ റീജിയൺ, ഇതിനെ നമുക്ക് ആർ എന്നൊക്കെ വിളിക്കാം. ഈ റീജിയനെ വേണമെങ്കിൽ ആർ എന്ന്. ഞാൻ ഇവിടെ എടുക്കുന്നത് സ്ട്രിപ്പ് പാരലൽ ടു ഏത് ആക്സിസ്? ദിസ് ഇസ് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിന് പാരലായിട്ടാണ് സ്ട്രിപ്പ് എടുത്തത്. വൈ ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി കിട്ടുന്ന വേരിയേഷൻസ് വൈയുടെ ആയിരിക്കും. എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കുന്നെങ്കിൽ എക്സിന്റെ വേരിയേഷൻ കിട്ടും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിന്റെ ഒരറ്റം എവിടെയാന്ന് നോക്കൂ. ഏത് ലൈനിലാണ്? അത് ഈ ലൈനിലല്ലേ? ഇത് ഏതാ ലൈൻ? എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു 0-ലാണ്. രണ്ടാമത്തെ അറ്റം ഇത് ഈ ലൈനിൽ. ഇത് ഏതാ ലൈന്? ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ലൈൻ ഏതാണ്? ഈ ലൈന് ശരിക്ക് നമ്മളുടെ ഈ പ്ലെയിൻ ഉണ്ടായിരുന്നില്ലേ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1. ആ പ്ലെയിനിന്റെ ഒരു പോർഷനാണ്. എപ്പോഴുള്ള പോർഷനാണ്? സെഡ് 0 ആകുമ്പോഴുള്ള പോർഷനാണ്. അപ്പൊ ഈ സെഡ് 0 ആയി കഴിഞ്ഞാൽ അത് ശരിക്കും എന്താ വരിക? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അതിന്റെ അർത്ഥം y is 1 മൈനസ് എക്സ്. സോ അവിടെ നമുക്ക് വൈയുടെ വേരിയേഷൻ കിട്ടി. വൈയുടെ വേരിയേഷൻ എന്താ വരുന്നത്? y is varying from എവിടുന്ന് എങ്ങോട്ടാ? y ആ ലൈനിന്റെ ആ സ്ട്രിപ്പിന്റെ ഒരറ്റം y is equal to 0-ലായിരുന്നു. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് മറ്റേ അറ്റം ഏതിലാണ്? 1 മൈനസ് എക്സിലാണ്. ഇപ്പൊ വൈയുടെ വേരിയേഷനായി. ഇനി വേണ്ടത് നമുക്ക് എക്സിന്റെ വേരിയേഷനാണ്. എക്സിന്റെ വേരിയേഷൻ എങ്ങനെയാ കാണാം? ഇങ്ങനത്തെ സ്ട്രിപ്പുകൾ നമ്മൾ പാരലായിട്ട് എടുക്കും. ഇങ്ങനെ സ്ട്രിപ്പുകൾ പാരലായിട്ട് എടുത്തെടുത്തിട്ട് അങ്ങേ അറ്റം എവിടെ വരെ പോവാം? വൈ ആക്സ് വരെ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത് വരെ. സോ എക്സിന്റെ വേരിയേഷൻ ഇസ് 0 ടു. ഇനി ഇതുപോലത്തെ സ്ട്രിപ്പുകൾ ഇങ്ങേ അറ്റം ഇങ്ങോട്ടും പോന്നു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റം എവിടെ വരെ വരാം? ഇവിടെ വരെ വരാം. ഇതേതാ പോയിന്റ്? എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 1 0 0 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ? സോ എക്സിന്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു 1. ഇപ്പൊ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത സെഡിന്റെ വേരിയേഷനാ, പിന്നെ വൈയുടെ, പിന്നെ എക്സിന്റെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇന്റഗ്രൽ എഴുതാം. സോ the given integral of v is equal to integral ആദ്യത്തത് സെഡിന്റെ 0 ടു 1 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. രണ്ടാമത്തത് വൈയുടേത് 0 ടു 1 മൈനസ് എക്സ്. ആൻഡ് മൂന്നാമത്തത് എക്സിൻ്റെത്. ശരി, ഓക്കെ. അതിനെ നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സും വൈയും ഒക്കെ കോൺസ്റ്റന്റ് ആ. 1 ബൈ എന്തിന്റെ ഒരു ക്യൂബ് എന്നാ വരുന്നത്? 1 ബൈ എക്സ് ക്യൂബ്. എന്തായിരുന്നു? ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ക്യൂബ്. Integral of 1 by x cube is integral of x raised to minus 3. X raised to minus 3 and integral is x raised to minus 3 plus 1, that is minus 2 divided by minus 2. അപ്പോൾ ഇവിടെ വരും x plus y plus z plus 1 the all raised to minus 2 divided by minus 2. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എവിടെ തൊട്ട് എവിടെ വരെ? 0 to 1 minus x plus y. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു y, വിത്ത് റെസ്പെക്ട് ടു x, 0 to 1 minus x and 0 to 1. So this is integral 0 to 1, integral 0 to 1 minus x. Z-ന് 1 minus x plus y എന്ന് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x plus y plus 1 minus x minus y plus 1 the all raised to minus 2 divided by minus 2 minus z-ന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x plus y plus 1 the all raised to minus 2 divided by minus 2 dy dx. അപ്പോൾ നമുക്ക് ആ 1 by minus 2 ആദ്യം തന്നെ അങ്ങ് പുറത്ത് എഴുതാം. സോ മൈനസ് 1 by 2 integral 0 to 1 integral 0 to 1 minus x
ബാക്കി വരുന്നത് നോക്കൂ, ആദ്യത്തെ എക്സ് കട്ട് ചെയ്ത് പോയി, വൈ കട്ട് ചെയ്ത് പോയി. സോ 2 raised to minus 2. 2 raised to minus 2 is 1/2 square അല്ലെങ്കിൽ 1/4 വരും. മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 അത് all raised to minus 2. ഞാൻ ആ മൈനസ് ഡിനോമിനേറ്ററിലെ -2 ഓൾറെഡി പുറത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. സോ dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സോ -1/2 is there, 0 to 1, 1/4 ഇന്റഗ്രൽ 1/4 y ആയി, മൈനസ് ഇത് x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് y raised to -2 ഇന്റഗ്രൽ പോലെ എഴുതുക. That is y raised to -2 plus 1 divided by -2 plus 1. So this is x plus y plus 1 the all raised to -1 divided by -1. Limit apply ചെയ്യണം 0 to 1 minus x, then integrate ചെയ്യണം with respect to x. So that is -1/2 into integral 0 to 1. Limit apply ചെയ്യുന്നു ആദ്യം 1 minus x. So 1/4 into 1 minus x minus x plus 1 minus x plus 1 the all raised to -1 divided by -1 minus 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ടേം പോയി, രണ്ടാമത്തെ ടേമിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x plus 1 the all raised to -1 ആ വരിക. x plus 1 the all raised to -1. അപ്പോൾ സംശയമുണ്ട്, ആ താഴെ ഉണ്ടായിരുന്ന -1 കട്ട് ചെയ്ത് പോയതാണ്. dx. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -1/2 into integral 0 to 1, 1/4 into 1 minus x minus അത് പ്ലസ് ആവും, x കട്ട് ഇത് പോയി, 2 raised to -1 that is 1/2 minus 1 by x plus 1 dx. ഇനി വിത്ത് റെസ്പെക്ട് ടു x ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/2 into 1/4 ഉണ്ടാവും, അപ്പോൾ 1/4x minus 1/4 into x square by 2 plus 1/2x minus log of x plus 1. Substitute ചെയ്യണം 0 to 1. That is -1/2 into 1 substitute ചെയ്യുമ്പോൾ വരാവുന്ന 1/4 minus 1/8 plus 1/2 minus log 2. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വരാവുന്നത് എല്ലാ ടേമും ലാസ്റ്റ് ഒരു log 1 ഉണ്ട്, അതും 0 ആയി. സോ ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്താൽ -1/2 ഞാൻ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1/8 -1/8 plus 1/16 minus 1/4 plus 1/2 log 2. So that equals ആദ്യത്തെ 3 ടേംസ് കോൺസ്റ്റൻസ് ആണ്, 16 ഡിനോമിനേറ്റർ, സോ 16. സോ ബാക്കി വരാവുന്നത് -2 plus 1 minus 4 plus 1/2 log 2. That equals -5/16 plus 1/2 log 2. എക്സാമ്പിൾ 3 എക്സാമ്പിൾ 2ൻ്റെ കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ അതൊന്ന് മാറ്റി എഴുതിയിരിക്കുന്നതാണ്, അങ്ങനെ വേണേൽ ചിന്തിക്കാം. ഇവാലുവേറ്റ് ദ ട്രിപ്പിൾ, റീറൈറ്റ് ദ ട്രിപ്പിൾ ഇൻ്റഗ്രൽ. നേരത്തെ തന്നിരിക്കുന്ന ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ നമ്മൾ dz dy dx ഇതായിരുന്നു ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതാണ് നമ്മൾ ഈ എക്സാമ്പിളിൻ്റെ ഉദ്ദേശം. ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, കാരണം അവിടെ കിട്ടിയ അതേ വാല്യൂ തന്നെയായിരിക്കും വരിക. പക്ഷെ നമ്മൾ അവിടെ എടുത്തിരുന്ന റീജിയൺ ഇതായിരുന്നു. ആ റീജിയൺ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഈ ടെട്രാഹെഡ്രോൺ ആയിരുന്നു നമ്മൾ റീജിയൻ ബി.
ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ പ്ലെയിനുകളും അറിയാം. ദിസ് ഇസ് സെഡ് ഇസ് ഈക്വൾ ടു 0, y ഈക്വൾ ടു 0, x ഈക്വൾ ടു 0. ഇനി ഇപ്പുറത്ത് ചെരിഞ്ഞു കിടക്കുന്ന പ്ലെയിൻ ഉണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൾ ടു 1. ഇനി അതിൻ്റെ തന്നെ ഈ എഡ്ജുകളായിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻസ് അറിയാൻ വേണമെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനേഴ്സ് അത് എക്സ് 0 ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. സോ എക്സ് പ്ലസ് വൈ വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൾ ടു 1 ആണിത്. ഈ സ്ട്രെയിറ്റ് ലൈൻ അറിയാം, ദാറ്റ് ഈസ് വെൻ z is equal to 0, x plus y equal to 1 ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനേഴ്സ് x plus y 0 ആവുന്നതാണ്. സോ x plus z is equal to 1 ആണ്. ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഏതാണെന്ന് നോക്കുക. ആദ്യം z ആണ്. അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉണ്ട്. 1 by x plus y plus z plus 1 the whole cube ഉണ്ട്. Then first with respect to z ആണ്. അപ്പോൾ z ആക്സിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് എടുക്കണം. ശരി. Then ഇതിൻ്റെ രണ്ടറ്റങ്ങൾ, ഒന്ന് z is equal to 0 അങ്ങേയറ്റം ഈ പ്ലെയിനിൽ, ആ പ്ലെയിനിൽ എന്താ z is 1 minus x plus y. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇനി അടുത്ത വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു, അപ്പോൾ ഇനി പിന്നെ നോക്കുന്നത് നമ്മൾ അതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുന്നു. ഏത് പ്ലെയിനിലേക്കാണ് പ്രൊജക്ഷൻ എടുക്കുന്നത്? ടു ദ പ്ലെയിൻ z is equal to 0 പ്രൊജക്ഷൻ എടുക്കുന്നു, ഇതിലേക്ക് പ്രൊജക്ഷൻ എടുക്കുന്നു. എന്നിട്ട് അവിടെ സ്ട്രിപ്പ് ചൂസ് ചെയ്യുന്നു. ആ സ്ട്രിപ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഇനി അടുത്തത്. ആ സ്ട്രിപ്പ് dx dy അല്ലേ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കിനി എക്സിൻ്റെ ആണ്. എക്സിൻ്റെ വരണമെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് സ്ട്രിപ്പ് എടുക്കും. എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുത്താൽ ഈ സ്ട്രിപ്പിൻ്റെ രണ്ടറ്റങ്ങൾ, നേരത്തെ നമ്മളെടുത്ത് വൈ ആക്സിന് പാരലായിക്കൊണ്ട് അതിൻ്റെ രണ്ടറ്റങ്ങൾ നിങ്ങൾ നോക്കുക. ഒരറ്റം കിടക്കുന്നത് എവിടെയാണ്? ഈ ലൈനിൽ. ഇത് ഏതായിരുന്നു ലൈൻ? ദസ് ഇസ് വൈ ആക്സിസ്, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0. സോ എക്സിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു ഇങ്ങേ അറ്റം കിടക്കുന്നത് ഈ ലൈനിലാണ്. ഏതാ ലൈന്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1. അവിടെ എന്താ എക്സ്? ദാറ്റ് ഇസ് 1 മൈനസ് വൈ. 1 മൈനസ് വൈ. ഇനി ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ നമുക്ക് ഇങ്ങനെ കുറേ എണ്ണം എടുക്കാം. എങ്ങനെ എടുക്കാം? എത്ര എണ്ണം എടുക്കാം? എവിടെ തൊട്ട് എവിടെ വരെ പോവാം? എവിടെ വരെ പോവാം? ഇവിടെ വരെ. അതെവിടെയാ? when y is equal to 0 ടു അങ്ങേ അറ്റം ഏതുവരെ പോവാം? ഇത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റത്ത് പോയി 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 ഈ പോയിന്റ് വരെ. അതേതാ പോയിന്റ്? y is equal to 1. കാരണം നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ 1 0 0യും 0 1 0 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഇങ്ങനെ വന്നു. ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 1 minus y, ഇൻ്റഗ്രൽ 0 to 1 minus x plus y, 1 by x plus y plus z plus 1 the whole cube, order dz dx dy. നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യേണ്ട, ചേഞ്ച് ദ ഓർഡർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓർഡർ മാറ്റി ഇൻ്റഗ്രൽ എഴുതി. ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടിൽ വേണ്ടത് dy dz dx ആണ്. dy dz dx എന്നുള്ള ഓർഡറാണ് വേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് വൈയുടെ ആയിരിക്കണം. വീണ്ടും ഞാൻ അത് തന്നെ വരയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വൈ ആക്സിന് പാരലായിക്കൊണ്ടാണ് നമ്മൾ സ്ട്രിപ്പ് എടുക്കേണ്ടത്. ഇങ്ങനെ. ശരി. ഏതാ ഒരറ്റം? ഇവിടെ ഏതാ? ദാറ്റ് ഈസ് അറ്റ് y is equal to അല്ലെങ്കിൽ 0 അല്ല. സോ y is varying from 0 to ഇങ്ങേ അറ്റം ഏതാ? ഇതേതാ പ്ലെയിൻ? x plus y plus z is equal to 1. അവിടെ y is 1 minus x minus z അല്ലെങ്കിൽ x plus z. So 1 minus x plus z. കുറച്ചുകൂടെ എളുപ്പം 1 minus x minus z എന്ന് എഴുതുന്നത് തന്നെയാണ്. ഒരു ഓർഡർ കിട്ടും. 1 minus x minus z. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൊജക്ഷൻ എടുക്കും. ഏത് പ്ലെയിനിലോട്ടാണ് എടുക്കേണ്ടത്? y is equal to 0 ആവുന്ന പ്ലെയിനിലോട്ടാണ് എടുക്കേണ്ടത്. ഇതാണ് പ്രൊജക്ഷൻ. ശരി. അടുത്ത വേണ്ടത് z-ഉം x-ഉം ആണ്. z-ന്റെ വേരിയേഷൻ ചൂസ് ചെയ്യാൻ z ആക്സിന് പാരലൽ ആയിക്കൊണ്ട് സ്ട്രിപ്പ് എടുക്കുക. സ്ട്രിപ്പ്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റങ്ങൾ നോക്കൂ. ഏതൊക്കെയാണ് രണ്ടറ്റങ്ങൾ വരിക?
ഏതാ ഈ പോയിന്റ്? അവിടെ ഇനി y ഇല്ലല്ലോ, സെഡും എക്സും മാത്രമേ ഉള്ളൂ. സോ സെഡ് 0 തൊട്ട് ഇതേതാ സ്ട്രെയിറ്റ് ലൈൻ? എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1. y 0 ആവുന്ന കേസാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ഒരു പോർഷൻ, എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 1. അവിടെ എന്താ സെഡിൻ്റെ വാല്യൂ 1 മൈനസ് എക്സ്. സോ വി ഗെറ്റ് സെഡിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു 1 മൈനസ് എക്സ്. ഇങ്ങനെ സ്ട്രിപ്പുകൾ നമുക്ക് മൂവ് ചെയ്യിക്കാം. എവിടെ വരെ? ഇങ്ങേ അറ്റത്ത് എക്സ് ഈക്വൽ ടു 0, അത് കഴിഞ്ഞ് ഇങ്ങോ അറ്റത്ത് എക്സ് ഈക്വൽ ടു 1. സോ എക്സിൻ്റെ വേരിയേഷൻ എന്താ? എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 ടു 1. നമ്മൾ ലിമിറ്റുകളായി ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുന്നു, ഡയറക്റ്റ് എഴുതുന്നു. 0 ടു 1 എക്സിൻ്റെത്, 0 ടു 1 മൈനസ് എക്സ് സെഡിൻ്റെത്, ആൻഡ് 0 ടു 1 മൈനസ് എക്സ് മൈനസ് സെഡ് വൈയുടേത് 1 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ഓവർ. മൂന്നാമത്തത് നിങ്ങൾക്ക് ഈ പാറ്റേൺ വെച്ചിട്ട് വേണമെങ്കിൽ അതും എഴുതാം. ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് വേണ്ടത്. ഡി എക്സ് ഡി വൈ ഡി സെഡ്. സോ ഇൻ്റഗ്രൽ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. 1 by x plus y plus z plus 1 the whole cube dx dy dz. ഇതിൻ്റെ തൊട്ട് മുന്നത്തേൽ നിങ്ങൾ വൈയുടെ എഴുതിയപ്പോൾ 0 ടു 1 മൈനസ് എക്സ് മൈനസ് സെഡ് അല്ലേ എഴുതിയത്? ഇവിടെ നമുക്ക് എക്സിൻ്റെ അല്ലേ വേണ്ടത്? സോ 1 മൈനസ് വൈ മൈനസ് സെഡ്. ദെൻ വൈയുടെ എഴുതിയപ്പോൾ തൊട്ട് മുന്നത്തേൽ നമ്മൾ സെഡിൻ്റെ എഴുതിയപ്പോൾ 0 ടു 1 മൈനസ് എക്സ് ആണ് എഴുതിയത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? 0 ടു 1 മൈനസ് സെഡ്. കാരണം എക്സിൻ്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി സെഡേ ബാക്കിയുള്ളൂ. അതിൻ്റെ ലാസ്റ്റ് വൺ ഇസ് 0 ടു 1. ശരിക്കും എന്താ ചെയ്യുക? ശരിക്കും ചെയ്യണമെന്നും കൂടെ നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. എക്സിൻ്റെ സോ എക്സിൻ്റെ വേണമെങ്കിൽ എക്സ് ആക്സിൻ്റെ പാരലായിക്കൊണ്ട് സ്ട്രിപ്പ് എടുക്കണം. സോ ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കും. ശരി, എക്സ് ഈക്വൾ ടു 0 മുതൽ ഇങ്ങേറ്റ ഏതാ? എക്സ് ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൾ ടു 1. സോ 1 മൈനസ് എക്സ് വൈ മൈനസ് സെഡ്. ദെൻ പ്രൊജക്ഷൻ എടുക്കുന്നു. ഏതാ പ്രൊജക്ഷൻ? ഇവിടെയാണ് പ്രൊജക്ഷൻ വരുന്നത്. എക്സ്പ്ലെയിൻ. അവിടെ നമ്മൾ സ്ട്രിപ്പ് എടുക്കുന്നു. അടുത്തത് വൈ ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കാം. സോ വൈ ആക്സിന് പാരലായിട്ട് രണ്ടറ്റം, ഒന്ന് 0, രണ്ടാമത്തെ ഇവിടെ ഇതേതാ സ്ട്രൈറ്റ് ലൈൻ വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതായത് വൈ ഇസ് 1 മൈനസ് സെഡ്. ഇനി ഇങ്ങനത്തെ സ്ട്രിപ്പുകൾ നമുക്കിങ്ങനെ കുറേ എണ്ണം എടുക്കാം. z is equal to 0 മുതൽ അങ്ങേ അറ്റം ഏതുവരെ വരാം? z is equal to 1 വരെ. ഇനി അസൈൻമെൻറ്റ്സ്. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് സിംപ്ലി വാലുവേറ്റ് ചെയ്യാനാ. അടുത്ത ക്വസ്റ്റ്യനിൽ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ അവിടെ തന്നിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ആ ലിമിറ്റുകൾ വെച്ചിട്ട് നമുക്ക് റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ കാണാം. പക്ഷേ ഇതിന് ബാക്കിയുള്ള അതായത് ഓരോ ഫോമിലും എക്സ്പ്രസ് ചെയ്യണം. അതാണ് ഓരോ ഈ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷേ റീറൈറ്റ് ദ ഇൻ്റഗ്രൽ ആസ് ഈക്വലൻ്റ് ഇൻ്റഗ്രൽ ഇൻ ഓൾ ദ 6 ഫോംസ്. അതിലൊന്നും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ ഈ ക്വസ്റ്റ്യനിലും തേർഡ് ക്വസ്റ്റ്യനിലും 3 ഡിഫറെൻറ്റ് ഫോംസിൽ ഈ ഇൻ്റഗ്രലിനെ എക്സ്പ്രസ് ചെയ്യണം ആൻഡ് ഏതെങ്കിലും ഒരു ഫോമിൽ ഇവാലുവേറ്റ് ചെയ്യണം.